നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പ്രേക്ഷകർ വളരെയധികം കാത്തിരുന്ന OTT റിലീസാണ് പ്രേമലു. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ചിത്രം മാർച്ച് 29 മുതലായിരിക്കും സ്ട്രീമിംഗ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ചിത്രം ഇതുവരെയും OTTയിൽ എത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. യൂത്ത് ലവ എന്റർടൈനർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചിത്രമാണ് പ്രേമലു. വലിയ പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ഇതോടെ 100 കോടി ക്ലബിലേക്ക് അതിവേഗമാണ് ചിത്രം എത്തിയത്. മാർച്ച് 8 തെലുങ്കിലും റിലീസ് ചെയ്ത ചിത്രം വളരെ വലിയ പ്രേക്ഷക പ്രതികരണമാണ് നേടിയത്. വളരെ വലിയ തുകക്കാണ് ചിത്രത്തിന്റെ OTT അവകാശം ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയത്. മാർച്ച് 29 മുതൽ ചിത്രം OTTയിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നതെങ്കിലും പ്രതീക്ഷകളെ തെറ്റിച്ച് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് തീയതികൾ മാറ്റി. പുതിയ തീയതി പ്രകാരം ഏപ്രിൽ 5 അല്ലെങ്കിൽ 12 മുതൽ ചിത്രം സ്ട്രീം ചെയ്യും. എന്നാൽ ഇതിൽ സ്ഥിരീകരണമില്ല. തെലുങ്കിലും തമിഴിലും ചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്നതിനാലാണ് ചിത്രത്തിന്റെ OTT തീയതി വീണ്ടും നീട്ടിയതെന്നാണ് സൂചന. പല വിതരണക്കാരും OTT തീയതി നീട്ടാൻ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായാണ് മാർച്ച് 29 റിലീസ് ഹോട്ട്സ്റ്റാർ മാറ്റിയത്. 96 ലക്ഷം രൂപ മാത്രം ആദ്യ ദിനം നേടിയ ചിത്രമാണ് പ്രേമലു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം വാരിക്കൂട്ടിയത് 117 കോടി രൂപയാണ്. ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രം കേരളത്തിൽ 57 കോടിയാണ് നേടിയത്. തമിഴ്നാട്ടിലെ കളക്ഷൻ നോക്കിയാൽ 5 കോടിയും ആന്ധ്ര, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നും 10 കോടിയുമാണ് ചിത്രം നേടിയത്. കർണാടകയിൽ നിന്നും ചിത്രം 5 കോടിക്ക് മുകളിലാണ് നേടിയത്. ഇന്ത്യയിൽ നിന്ന് ആകെ ചിത്രം നേടിയ ഗ്രോസ് കളക്ഷൻ 76.6 കോടിയാണ്. ഓവർസീസ് കളക്ഷനായി മാത്രം ഏകദേശം 40.55 കോടി രൂപയും ചിത്രം നേടിയിട്ടുണ്ട്.